നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 78.69% വിജയം. 39,242 പേർക്ക് എല്ലാ വിഷയത്തിലും എ+. ജൂൺ 12 മുതൽ 20 വരെ ഇംപ്രൂവ്മെന്റ് സേ പരീക്ഷകൾ. VHSE പരീക്ഷയിൽ 71.42% വിജയം. യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലപാതക കേസിൽ 2ാം പ്രതി അറസ്റ്റിൽ. ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ളയെയാണ് 5 വർഷത്തിനു ശേഷം വടക്കേക്കാട് പോലീസ് പിടികൂടിയത്. ഇയാൾ ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിലും പ്രതി. പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് 3.5 പവൻ സ്വർണം കവർന്ന സംഭവം. സ്ത്രീ അടക്കം പൊന്നാനി സ്വദേശികളായ 2 പേർ പിടിയിൽ. പുന്നേർകുളം ഉപ്പുങ്ങൽ പാലത്തിനടിയിലെ മൺകൂമ്പാരം നീക്കാത്തതിൽ കർഷകർക്ക് ആശങ്ക. മൺകൂമ്പാരം മാറ്റിയില്ലെങ്കിൽ 100 അടി തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുകയും കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2-ന് 78.69%, VHSEയിൽ 71.42% വിജയം. 39,242 പേർക്ക് എല്ലാ വിഷയത്തിലും എ+ ലഭിച്ചു. 3,73,755 പേരാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. ഇതിൽ 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം 82.95% +2 പരീക്ഷയിലെ വിജയം. മുൻവർഷത്തേക്കാൾ വിജയശതമാനം കുറഞ്ഞു. 4.26% കുറവാണ് ഇത്തവണയുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 16 ദിവസം മുമ്പാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 25-നായിരുന്നു ഫലപ്രഖ്യാപനം. VHSE പരീക്ഷയിൽ 71.42% വിജയം. കഴിഞ്ഞ വർഷം 78.39% വിജയം. VHSE പരീക്ഷയുടെ വിജയശതമാനവും ഇത്തവണ കുറഞ്ഞു. 6.97% കുറവാണുണ്ടായത്. ഇത്തവണ സയൻസ് വിഭാഗത്തിൽ 84.84% വിജയം. ഹ്യൂമാനിറ്റീസ് 67.09%, കൊമേഴ്സ് 76.11% വിജയം. ഇത്തവണ സയൻസ് വിഭാഗത്തിൽ മാത്രമായി 1,89,411 പേർ പരീക്ഷ എഴുതിയതിൽ 1,60,696 പേരാണ് ഉന്നത പഠനത്തിന് അർഹത നേടിയത്. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 76,835 പേർ പരീക്ഷ എഴുതിയതിൽ 51,144 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാനത്ത് 63 സ്കൂളുകൾ 100% വിജയം നേടി. ഇതിൽ 7 എണ്ണം സർക്കാർ സ്കൂളുകളാണ്. എല്ലാ വിഷയത്തിലും എ+ നേടിയവരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ഇത്തവണ എല്ലാ വിഷയങ്ങളിലും 39,242 പേരാണ് എ+ നേടിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5,427 പേരുടെ വർധനവാണുണ്ടായത്. സർക്കാർ സ്കൂളുകളിൽ 100% വിജയം നേടിയ സ്കൂൾ അധികമില്ലാത്തതിനാൽ അന്വേഷണം നടത്തുമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിസിടിവി. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നേരിട്ടെത്തി നഗരസഭാ ചെയർപേഴ്സണും സ്ഥിരം സമിതി അധ്യക്ഷരും അഭിനന്ദനം അറിയിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, PK ഷബീർ, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, കൌൺസിലർ ഷീജ ഭരതൻ എന്നിവർ വിദ്യാലയങ്ങളിൽ സന്ദർശനം നടത്തി അധ്യാപകർക്ക് മധുരം വിതരണം ചെയ്തു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറളയം ബദനി സ്കൂൾ, MJD സ്കൂൾ, ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നംകുളം ഗവൺമെന്റ് അന്ധവിദ്യാലയം, അടുപ്പുട്ടി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. SSLC പരീക്ഷയിൽ 100 മേനി വിജയം നേടിയ വിദ്യാലയങ്ങൾക്ക് അനുമോദനവുമായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്ത് പരിധിയിലെ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഇരു വിദ്യാലയങ്ങളും മികച്ച വിജയമാണ് SSLC പരീക്ഷയിൽ കരസ്ഥമാക്കിയത്. സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 125 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 15 പേർ മുഴുവൻ വിഷയങ്ങളിലും എ+ നേടി 100 മേനി വിജയത്തിന്റെ മാറ്റുകൂട്ടിയപ്പോൾ ഗേൾസ് ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ 94 പേരിൽ 10 പേർ ചരിത്ര വിജയത്തിൽ ഫുൾ എ+ നേടി താരങ്ങളായി മാറി. ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാത്രികാല ക്ലാസ് സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പേടി മാറുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, TO ജോയ് എന്നിവരാണ് അനുമോദനങ്ങളുമായി വിദ്യാലയങ്ങളിലെത്തിയത്. 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുള്ള മൊമെന്റോ പ്രസിഡന്റ് മിനി ജയൻ സ്കൂൾ അധികൃതർക്ക് സമ്മാനിച്ചു. അധ്യാപകരും ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പരിധിയിൽ ഹൈസ്കൂൾ വിഭാഗമുള്ളത് ഈ 2 വിദ്യാലയങ്ങളിലാണ്.
രണ്ട് വിദ്യാലയങ്ങളും 100 മേനി വിജയം നേടിയതോടെ SSLC പരീക്ഷയിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് സമ്പൂർണ്ണ വിജയമാണ് കരസ്ഥമാക്കിയത്. CCTV ന്യൂസ് കേച്ചേരി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം. 85.95% ഇത്തവണത്തെ വിജയം. 20 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. സയൻസിൽ 93.3%, കൊമേഴ്സിൽ 86.4%, ഹ്യൂമാനിറ്റീസിൽ 77.96% വിജയം കരസ്ഥമാക്കി. ഹ്യൂമാനിറ്റീസിൽ 1200-ൽ 1200 മാർക്കും നേടിക്കൊണ്ട് എരനല്ലൂർ സ്വദേശി കെൻസാറസ് ജോണി സ്കൂളിന്റെ അഭിമാനമായി മാറി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയവുമായി കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ. 148 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 40 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചു. 11 കുട്ടികൾ 5 വിഷയങ്ങളിൽ A+ നേടി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്ക് അനുമോദനവുമായി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി. ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ, ഡീപോൾ ഇംഗ്ലീഷ് സ്കൂൾ, കേച്ചേരി മബുൽ ഹുദ ഇംഗ്ലീഷ് സ്കൂൾ, തലക്കൂട്ടുകര അസീസി ഇംഗ്ലീഷ് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിലെത്തി അനുമോദിച്ചത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ, ആൻഡോ പോൾ, AM ജമാൽ, ബ്ലോക്ക് സെക്രട്ടറി I വേണുഗോപാൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് AM ഷംസുദ്ദീൻ, പോൾസൺ തലക്കോട്ടുകര, CJ ഫ്രാൻസിസ്, ചാർലി ചൂണ്ടർ എന്നിവർ വിദ്യാലയങ്ങളിൽ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര ദർശനത്തിന് അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. വൈശാഖ മാസാരംഭവും വ്യാഴാഴ്ചയും ഒന്നിച്ചു വന്നതോടെയാണ് ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറാൻ ഇടയായത്. തിരക്ക് കാരണം ഉച്ചയ്ക്ക് ക്ഷേത്രനടയടയ്ക്കാൻ വൈകി. ഭക്തർക്ക് മുഴുവൻ ദർശന സൗകര്യം ഒരുക്കിയ ശേഷം 2:40 നടയടച്ചത്. വൈശാഖത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ സദ്യ ആരംഭിച്ചു. മാമ്പഴപ്പുളിശ്ശേരി, എരിശ്ശേരി, പച്ചക്കടുമാങ്ങ, ഓലൻ, പപ്പടം, മോര് എന്നീ വിഭവങ്ങളോടെയാണ് സദ്യ നൽകിയത്. സദ്യ ഉച്ചതിരിഞ്ഞ് 3:30 വരെ നീണ്ടു. 6000-ഓളം പേരാണ് സദ്യയിൽ പങ്കെടുത്തത്. വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത് നെയ്വിളക്ക് വഴിപാടിന് നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ മുതൽ വൈശാഖമാസം സമാപിക്കുന്ന ജൂൺ 6 വരെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ദർശനം കാലത്ത് 5 മണി മുതൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതോടെ വരി നിൽക്കുന്ന ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സൗകര്യമാകും. പൊതു അവധി ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ 6 മണി വരെ പതിവ് പോലെ നെയ്വിളക്ക് ദർശനം ഉണ്ടാകും. വൈകുന്നേരം നട തുറന്നാൽ പതിവ് പോലെ നെയ്വിളക്ക് ദർശനം നടത്താനാകും. ഇന്ന് 14,58,600 രൂപയുടെ നെയ്വിളക്ക് ഭക്തർ ഷീട്ടാക്കി. 350 കുട്ടികൾക്ക് ചോറൂൺ നൽകി. 20 വിവാഹങ്ങളും നടന്നു. വൈശാഖത്തിലെ ആദ്യ ദിനത്തിൽ വഴിപാടിനത്തിൽ 66,88,045 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. നാളെ അക്ഷയതൃതീയായതിനാൽ തിരക്ക് കൂടും. അക്ഷയതൃതീയയ്ക്ക് ക്ഷേത്രത്തിൽ സ്വർണ്ണ ലോക്കറ്റ് വഴിപാടാക്കാൻ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ് ഗുരുവായൂർ. കുന്നംകുളം കോടതിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന മജിസ്ട്രേറ്റ് ലക്ഷ്മി ശ്രീനിവാസന് ബാർ അസോസിയേഷനും കോടതി ഉദ്യോഗസ്ഥരും പ്രോസിക്യൂട്ടർമാരും പോലീസും ക്ലർക്സ് അസോസിയേഷനും ചേർന്ന് സംയുക്തമായി യാത്രയയപ്പ് നൽകി. കോടതി കോംപ്ലക്സിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ കുന്നംകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പോക്സോ കോടതി ജഡ്ജി ലിഷ, പ്രോസിക്യൂട്ടർമാരായ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ബിനോയ്, ജൂനിയർ സൂപ്രണ്ട് രേഖ, അഡ്വക്കേറ്റ് സെബി, ഫനൂജ, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വിശ്വംഭരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മജിസ്ട്രേറ്റ് ലക്ഷ്മി ശ്രീനിവാസൻ മറുപടി പ്രസംഗം നടത്തി. ഇരുപത്തിനാലാം സ്ഥാപക ദിനത്തിൽ അപൂർവ നേട്ടം സ്വന്തമാക്കി ആക്ട്സ്. റോഡപകടങ്ങളിൽപ്പെടുന്നവർക്ക് സൗജന്യ ആംബുലൻസ് സേവനമൊരുക്കി 1/4 നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ആക്ട്സ് ദേശീയ ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചു. തെക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് റെക്കോർഡ് ജേതാവ് സത്താർ ആദൂർ ടാലന്റ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ആക്ട്സ് ഭാരവാഹികൾക്ക് കൈമാറി. ഇന്ത്യയിലെ 806 ജില്ലകളിൽ തൃശൂരിൽ മാത്രമാണ് ഒരു ട്രസ്റ്റിന്റെ കീഴിൽ ഇത്ര വിപുലമായ സംവിധാനത്തിൽ ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ സൗജന്യ ആംബുലൻസ് സേവനത്തിന്റെ സൗകര്യമുള്ളത്. ഇതു പരിഗണിച്ചാണ് ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ആക്ട്സ് സംഘടന ഇടം പിടിച്ചത്. സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര തൃശൂർ ACP സുദർശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആക്ട്സിന്റെ എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രവർത്തകർ അണിനിരുന്ന ഘോഷയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി പൊതുസമ്മേളന വേദിയായ തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. തുടർന്ന് തെക്കേ ഗോപുരനടയിൽ ചേർന്ന പൊതുസമ്മേളനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PM മനോജ് ഉദ്ഘാടനം ചെയ്തു. ആക്ട്സ് വർക്കിംഗ് പ്രസിഡന്റും തൃശൂർ മേയറുമായ MK വർഗീസ് അധ്യക്ഷനായി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി,
മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, മുഹമ്മദ് ഫൈസി ഓണംപള്ളി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. രാജ്യത്തും വിദേശത്തുമായി 80-ലധികം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കിയ നടപടിയിൽ സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് TN പ്രതാപൻ MP ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യ ഡ്യൂട്ടി സ്റ്റാഫിന്റെ മിന്നൽ പണിമുടക്കിന്റെ ഭാഗമായി കൊച്ചി, തിരുവനന്തപുരം, ഡൽഹി, കണ്ണൂർ തുടങ്ങിയ വിമാനത്താവളങ്ങൾ വഴി വിദേശത്തേക്ക് പോകാനുള്ള ധാരാളം പേർ ഇതുമൂലം ദുരിതം അനുഭവിക്കുകയാണ്. ഉടൻ തന്നെ ജോലിക്ക് കയറിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരും. ഷാർജ, മസ്കറ്റ്, അബുദാബി, ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും റദ്ദ് ചെയ്തവയിൽപ്പെടും. യാത്രക്കാരായ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഏറെ പ്രയാസം നേരിടുകയാണ്. വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധിക്ക് അയച്ച കത്തിലൂടെ TN പ്രതാപൻ ആവശ്യപ്പെട്ടു. യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിൽ 2ാം പ്രതി അറസ്റ്റിൽ. ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ള തങ്ങളെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ പ്രതിയെ പാടൂരിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് SHO ബിനു ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2004 ജൂൺ 12-നാണ് മണികണ്ഠനെ കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതിയായ നസറുള്ള വിചാരണ സമയത്താണ് ഒളിവിൽ പോയത്. വിദേശത്തും നാട്ടിലുമായി അബ്ദുൾ ഷുക്കൂർ എന്ന വ്യാജ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പാടൂരിലെ ഭാര്യ വീട്ടിൽ ഇടയ്ക്കിടെ രഹസ്യമായി വന്നുപോകാറുള്ള വിവരം ലഭിച്ചതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തെ വിവിധ കുറ്റാന്വേഷണ ഏജൻസികൾ പ്രതിയെ ചോദ്യം ചെയ്തു. വൈകിട്ട് 3:30 കനത്ത സുരക്ഷയൊരുക്കി തൃശൂർ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. യൂത്ത് കോൺഗ്രസ് നേതാവായ പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 12ാം പ്രതി കൂടിയാണ് നസറുള്ള. മണികണ്ഠൻ കൊലക്കേസിൽ 1ാം പ്രതിയായ ഖലീലിനെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കടപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിൽപ്പ് സമരം നടത്തി. പൈപ്പ് ലൈനുകളിൽ കുടിവെള്ളം ലഭ്യമാക്കുക, പൈപ്പ് ലൈനുകളിലെ അറ്റകുറ്റപ്പണി യഥാസമയം പൂർത്തിയാക്കുക, കുടിവെള്ളം ലഭ്യമാകാത്ത ടാപ്പുകൾക്ക് പണം ഈടാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത്. പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ഹസീന താജുദ്ദീൻ, VP മൻസൂർ അലി, അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, AV അബ്ദുൽ ഗഫൂർ, TR ഇബ്രാഹിം, സുനിത പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് 3.5 പവൻ സ്വർണം കവർന്ന സംഭവം. സ്ത്രീയടക്കം പൊന്നാനി സ്വദേശികളായ 2 പേർ പിടിയിൽ. പൊന്നാനി മുക്കൂട്ടക്കൽ പാടാരിയിൽ 45 വയസ്സുള്ള പ്രീതി, പൊന്നാനി തൃക്കാവ് സ്വദേശി 33 വയസ്സുള്ള ഐനിക്കൽ വിനു എന്നിവരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് നൈതലൂരിൽ താമസിച്ചിരുന്ന പരേതനായ കുന്തലകത്ത് വേണുവിന്റെ ഭാര്യ 65 വയസ്സുള്ള രാധയെയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായയിൽ ടാപ്പൊട്ടിച്ച് കൈയും കാലും തുണിയുപയോഗിച്ച് കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. 2 വളയും കമ്മലും മാലയും അടക്കം 3.5 പവൻ സ്വർണമാണ് സംഘം കവർന്നത്. സംഭവം അറിഞ്ഞ നാട്ടുകാർ അവശനിലയിലായ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. വൈകാതെ തന്നെ പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിക്കുകയും പ്രതികളെ വലയിലാക്കാനും കഴിഞ്ഞു. പിടിയിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് മൊഴിയെടുക്കും. ഇവർക്ക് പ്രദേശത്ത് നടന്ന സമാനമായ മറ്റു കവർച്ചകളിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. CCTV ന്യൂസ്, തൃത്താല. എരുമപ്പെട്ടി ഐശ്വര്യ ഓഡിറ്റോറിയത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ഇയാൾ 10 വീട്ടിൽ സുബിതയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയായിരുന്നു അപകടം. സുബിതയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തിടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹലിൽ നിന്നും പരിസര മഹല്ലുകളിൽ നിന്നും ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർക്ക് യാത്രയപ്പും ഹജ്ജ് പ്രായോഗിക പഠന ക്ലാസും നടത്തി. വെള്ളറക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ ക്ലാസിനും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് സിംല ഹസന്റെ അധ്യക്ഷതയിൽ അസിസ്റ്റന്റ് മുദ്രിസ് മുസമിൽ അൻവരി ഉദ്ഘാടനം ചെയ്തു. സമസ്ത കുന്നംകുളം താലൂക്ക് സെക്രട്ടറി ഇബ്രാഹിം ഫൈസി പഴുന്നാന, മഹല്ല് ഭാരവാഹികളായ പുരളയിൽ അബൂബക്കർ, അൽ അമീൻ ഉസ്മാൻ ഹാജി, VS അബൂബക്കർ എന്നിവർ സംസാരിച്ചു. പതിയറകൽ അബൂബക്കർ, സത്താർ നീണ്ടൂർ, സക്കീർ, റേഞ്ച് സെക്രട്ടറി SP ഉമർ മൗലവി, ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുഡ് ന്യൂസ് ബാലലോകത്തിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞിയിൽ നടന്ന ഗുഡ് ന്യൂസ് ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് വിൻസെന്റ് ചാർലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പാസ്റ്റർ EG ജോസ് അധ്യക്ഷത വഹിച്ചു.
പാസ്റ്റർ സാം വർഗീസ്, സജി മത്തായി കാതേട്ട്, ഇവ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ട്രാൻസ്ഫോമേഴ്സ് VBS NLCI നേതൃത്വത്തിൽ ബൈബിൾ ചരിത്ര എക്സിബിഷൻ, വിക്ലിഫ് ഇന്ത്യയുടെ ആദിവാസി ഭാഷ ബൈബിൾ പ്രദർശനം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, അഗ്നി സുരക്ഷാ ക്ലാസ്, കുടുംബ കൗൺസിലിംഗ്, സംഗീത നിശ, സാഹിത്യ ശില്പശാല, ഫിലിം ഷോ തുടങ്ങി വിവിധ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടന്നു. പുതിയ ഭാഷയിൽ പുറത്തിറക്കിയ ബൈബിളിന്റെ പ്രകാശനം ഗുഡ് ന്യൂസ് ചാരിറ്റി ബോർഡ് അധ്യക്ഷൻ കുര്യൻ മാത്യു നിർവഹിച്ചു. ജോർജ് വെർവറിന്റെ കയ്യെഴുത്ത് പതിഞ്ഞ കൈപ്പുസ്തകം, ലോക മാപ്പ് പ്രിന്റ് ചെയ്ത കോട്ട് തുടങ്ങി അമൂല്യമായ പലതിന്റെയും പ്രദർശനവും നടന്നു. പാസ്റ്റേഴ്സ് EG ജോസ്, തോമസ് ചാക്കോ, ഡോക്ടർ സാജൻ C ജേക്കബ്, KM മാൾസൺ, ഷാജൻ മുട്ടത്ത് എന്നിവർ സമ്മാന വിതരണം നടത്തി. പഴഞ്ഞി സ്വാഗത് ഓഡിറ്റോറിയം, അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ്, ഗിൽസാൺ ഹാൾ എന്നിവിടങ്ങളിലായാണ് പരിപാടികൾ നടന്നത്. ഫസ്റ്റ് ഗുഡ് ന്യൂസ് ചീഫ് എഡിറ്റർ ബ്രദർ CV മാത്യു ഉദ്ഘാടനം ചെയ്തു. റോയ്സൺ I ചീരൻ, പാസ്റ്റർ P കുര്യൻ, PC ഗ്ലെന്നി, ജോജി വർഗീസ്, KI ജിജി, PK രാജൻ, CO ജോണി, ജെയ്നി റോയ്, PC ആൽഫമോൾ, ലില്ലി PV തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുനർകുളം കുന്നത്തൂർ രഞ്ജി ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുന്നത്തൂർ സ്മരണ സ്നേഹഭവനത്തിൽ നടന്ന ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ മലങ്കര ആശുപത്രിയിലെ ഡോക്ടർ അജിത് പ്രഥമ ശുശ്രൂഷയും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. രഞ്ജി ക്ലബ് ചെയർമാൻ ജയൻ കല്ലൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജീവ് കരുമാലിക്കൽ, ലിബിൻ എഴുത്തുപുരയ്ക്കൽ, ആഷിഖ് പെരുമ്പാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുനേർകുളം ഉപ്പുങ്ങൽ പാലത്തിനടിയിലെ മൺകൂമ്പാരം നീക്കാത്തതിൽ കർഷകർക്ക് ആശങ്ക. മൺകൂമ്പാരം മാറ്റിയില്ലെങ്കിൽ നൂറടിത്തോട്ടിലേക്ക് നീരൊഴുക്ക് തടസ്സപ്പെടുകയും കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. പാടശേഖരങ്ങളിൽ വെള്ളം വറ്റിയതോടുകൂടി KLDCയുടെ അനുവാദത്തോടുകൂടി പടവ് കർഷകരാണ് നൂറടിത്തോട്ടിൽ നിന്ന് ചാലുകീറി പമ്പിംഗ് പോയിന്റിലേക്ക് വെള്ളമെത്തിച്ചത്. ഇവിടങ്ങളിൽ ചാലുകീറിയ മണ്ണും ചെളിയുമാണ് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത്. കൊയ്ത്തു കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല. KLDCയുടെ നേതൃത്വത്തിൽ മഴക്കാലത്തിനു മുൻപ് നൂറടിത്തോട് ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ നടത്താറുണ്ടെങ്കിലും വർഷങ്ങളായി ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ പ്രവൃത്തികൾ നടത്താറില്ലെന്ന് കർഷകർ പറയുന്നു. ഇക്കാരണത്താലാണ് കടുത്ത വരൾച്ച നേരിടുന്നത് എന്നാണ് ഇവരുടെ പരാതി. മഴയ്ക്ക് ശേഷം കടവിൽ വെള്ളം നിൽക്കുമ്പോൾ മാത്രമാണ് ആഴം കൂട്ടൽ നടത്തുന്നത്. കടവിൽ വെള്ളം പൂർണ്ണമായും വറ്റിക്കിടക്കുന്ന സന്ദർഭങ്ങളിൽ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടും എന്നാണ് കർഷകരുടെ അഭിപ്രായം. കെട്ടിക്കിടക്കുന്ന മണ്ണുകോരി നീരൊഴുക്ക് സുഗമമാക്കണമെന്നും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബണ്ട് ബലം കൂട്ടൽ പണികൾ ദ്രുതഗതിയിലാക്കി കർഷകരുടെ ആശങ്ക അകറ്റണമെന്നുമാണ് കർഷകരുടെ അഭിപ്രായം. കാലവർഷം ശക്തമായ ഇനി വെള്ളമൊഴുക്ക് തടസ്സപ്പെടും. പലവട്ടം അധികാരികളുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും ഇപ്പോൾ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഒന്നും നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കുറച്ചെങ്കിലും മണ്ണ് നീക്കം ചെയ്തത്. പഞ്ചായത്തും KLDCയും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു സഹായം കിട്ടിയിട്ടില്ല. ഈ മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കണമെന്ന് പരുപടവ് കമ്മിറ്റി ആവശ്യപ്പെടും. അതേസമയം പടവിലെ ബണ്ട് നിർമ്മാണ പ്രവൃത്തിക്ക് മണ്ണിടിക്കുന്നത് നിർത്തലാക്കാൻ ടൂറിസത്തിന്റെ പേരിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നു എന്നാരോപിച്ച് KLDCക്ക് പുന്നയൂർകുളം പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും കർഷകർ ആരോപിച്ചു. CCTV ന്യൂസ് പുന്നയൂർകുളം. ഗുരുവായൂർ ദേവസ്വം മൂന്നാമത് അഷ്ടപതി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ദേശീയ സെമിനാർ നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത നൃത്താരാധനയ്ക്കുള്ള ഗ്രന്ഥമെന്ന നിലയിൽ ജയദേവ കൃതിയായ ഗീതാ ഗോവിന്ദത്തിന് പ്രസക്തിയേറെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത അഷ്ടപതി കലാകാരൻ ജയദേവൻ ദേശീയമാർഗ സംഗീത സാന്നിധ്യം അഷ്ടപതിയിൽ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. സംഗീത ഗവേഷക അനുരാധ മഹേഷ് അഷ്ടപതിയും തത്വാർത്ഥങ്ങളും എന്ന വിഷയം അവതരിപ്പിച്ചു. പന്തളം ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായിരുന്നു. പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക വിദ്യാശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ C ഉഷയ്ക്കും ഡോക്ടർ ഡോണറ്റയ്ക്കും സമ്മാനിക്കും. മെയ് 12 പെരിങ്ങോട് പൂമുള്ളിയിലാണ് പുരസ്കാര വിതരണ ചടങ്ങ് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടാമത് പെരിങ്ങോട് പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക വൈദ്യശ്രേഷ്ഠ അവാർഡും പുസ്തക പ്രകാശനവുമാണ് മെയ് 12 വൈകിട്ട് 4 മണിക്ക് പൂമുള്ളിമന അങ്കണത്തിൽ വെച്ച് നടക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 പതിറ്റാണ്ടായി അലോപ്പതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഉഷ, കന്യാസ്ത്രീകളിൽ ആദ്യ ഡോക്ടറായി 4 പതിറ്റാണ്ട് കാലമായി ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന
ഡോക്ടർ ഡൊണാറ്റ എന്നിവർക്കാണ് ഇത്തവണ പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക പുരസ്കാരം നൽകുന്നതെന്നും സംഘാടകർ പറഞ്ഞു. 10,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ഒരു അലോപ്പതി ഡോക്ടർക്കും ഒരു ആയുർവേദ ഡോക്ടർക്കുമാണ് എല്ലാ വർഷവും കൊടുക്കാൻ ട്രസ്റ്റ് ചെയ്തു വരുന്നത്. ഈ വർഷത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഡോക്ടർ സി ഉഷ, അത് മോഡേൺ ഹോസ്പിറ്റലിൽ ദീർഘകാലമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്ന ഡോക്ടറാണ് ഗൈനക്കോളജിയിൽ. അപ്പോൾ അവർ ഏകദേശം 4 പതിറ്റാണ്ടായിട്ട് ഈ രംഗത്തുണ്ട്. എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ രീതിയിൽ അവർ പ്രാക്ടീസ് തുടർന്ന് വരുന്ന ഡോക്ടറാണ്. അപ്പോൾ അവർക്കാണ് അലോപ്പതി രംഗത്ത് നമ്മൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ആയുർവേദ രംഗത്ത് ഡോക്ടർ സിസ്റ്റർ ഡൊണാറ്റ, അവർ ജൂബിലി മിഷൻ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവരും 4 പതിറ്റാണ്ടായിട്ട് ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് ഉള്ളതാണ്. PNM കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. ആദ്യത്തെ കന്യാസ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടറും കൂടിയാണ് അവർ. ഇപ്പോൾ 19 വയസ്സായി സ്റ്റിൽ ആക്റ്റീവായിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ അവർക്കാണ് നമ്മൾ ആയുർവേദ രംഗത്ത് ഈ പുരസ്കാരം കൊടുക്കാൻ ഇത്തവണത്തെ ജൂറി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മെയ് 12-ാം തീയതി ഞായറാഴ്ച ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച്, പെരിങ്ങോട് പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡോക്ടർ റാണി മേനോൻ ഐ ഹോസ്പിറ്റലിൻ്റെ MDയും ഡോക്ടറുമായിട്ടുള്ള തൃശ്ശൂരിലുള്ള ഡോക്ടർ റാണി മേനോനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷത അഡ്വക്കേറ്റ് റജീന, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അവരാണ് അധ്യക്ഷത വഹിക്കുന്നത്. കൂടാതെ പ്രശസ്ത കവയിത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീനയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ റാണി മേനോൻ ഉദ്ഘാടനം ചെയ്യും. കവിയത്രി KP ശൈലജ അനുസ്മരണ പ്രഭാഷണം നടത്തും. മാനേജിംഗ് ട്രസ്റ്റി PM നാരായണ നമ്പൂതിരിപ്പാട്, ചെയർമാൻ PM വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ അവാർഡുകൾ സമ്മാനിക്കും. പുസ്തക പ്രകാശന ചടങ്ങിൽ മാധ്യമപ്രവർത്തക ശ്രീജ ശ്യാം ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ നീലകണ്ഠൻ പൂമുള്ളി, വാസുദേവൻ പൂമുള്ളി, T രാജീവ്, ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും യാത്രയപ്പും നടന്നു. ചാവക്കാട് കോടതിയിൽ നടന്ന ചടങ്ങ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് അന്യാസ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K ബിനീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥലം മാറിപ്പോകുന്ന ചാവക്കാട് മജിസ്ട്രേറ്റ് രോഹിത് നന്ദകുമാറിന് ഉപഹാരം സമ്മാനിച്ചു. സബ് ജഡ്ജ് വിനോദ്, ചാവക്കാട് മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, KCA തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VM വിനു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P വിജീഷ്, ജില്ലാ അച്ചടക്ക സമിതി അംഗം PP രണദിവെ, ജില്ലാ കൌൺസിൽ അംഗം CP ഷീല എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുമാർ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ R അജിത് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലയുടെ നേതൃത്വത്തിൽ തിരിച്ചറിയൽ കാർഡ് വിതരണവും കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിക്ക് ആദരവും ഒരുക്കി. കൂറ്റനാട് കേരള വ്യാപാരി വ്യവസായി സമിതി ഹാളിൽ നടന്ന സമ്മേളനം KMPU രക്ഷാധികാരി V സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി അധ്യക്ഷനായി. തൃത്താല SI PK ശശികുമാർ, കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി എന്നിവർ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ കലാസംവിധാനം ചെയ്ത തമിഴ്നാട് സർക്കാരിന്റെ കലാസംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച അജയൻ ചാലിശ്ശേരിയെ സബ് ഇൻസ്പെക്ടർ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ സംഘടന മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ, പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ, മേഖലാ പ്രതിനിധികളായ ബാബു P ആനക്കര, ഉമാശങ്കർ എഴുമങ്ങാട്, രഘുനാഥ് പെരുമണ്ണൂർ, TV അബൂബക്കർ പെരിങ്ങോട് എന്നിവർ സംസാരിച്ചു. തൃത്താല മേഖലാ രക്ഷാധികാരി C മൂസ പെരിങ്ങോട് സ്വാഗതവും പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി നന്ദിയും പറഞ്ഞു. മണക്കട പാലം അപ്രോച്ച് റോഡിന് ജനകീയ യോഗത്തിൽ തീരുമാനം. എളവള്ളി തോളൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മണക്കട പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുനൽകാൻ നാട്ടുകാരുടെയും കർഷകരുടെയും യോഗത്തിൽ തീരുമാനമായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത കർഷകരുടെയും ഭൂ ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. പാലത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 16 മീറ്റർ നീളമുള്ള 3 സ്പാനുകളിലായി 48 മീറ്റർ നീളവും ഇരുവശത്തും 1.30 മീറ്റർ വീതിയുമുള്ള നടപ്പാതകൾ ഉൾപ്പെടെ 11 മീറ്റർ വീതിയാണ് ഉള്ളത്. കൂടാതെ 1.30 മീറ്റർ ഉയരത്തിൽ RCC ഗർഡറും അതിനു മുകളിലായി RCC സ്ലാബും കൂടി പൂർത്തിയാകുമ്പോൾ ഭൂനിരപ്പിൽ നിന്നും പാലം 4 മീറ്റർ ഉയർന്നു നിൽക്കുന്നതിനാൽ 80 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിന്റെ ഇരുഭാഗത്തേക്കുമുള്ള പഞ്ചായത്ത് റോഡുകൾക്ക് ആവശ്യമായ വീതി ഉറപ്പുവരുത്തിയാൽ മാത്രമേ
ഇനി നടപടികൾ പുരോഗമിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് വിപുലമായ യോഗം വിളിച്ചു ചേർത്തത്. നാടിന്റെ വികസനത്തിനായി ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുനൽകാൻ യോഗത്തിൽ ഭൂവുടമകൾ സമ്മതം നൽകി. മണക്കട പാലത്തിന്റെ പടിഞ്ഞാറ് അപ്രോച്ച് റോഡ്, പുല്ലാമ്പ് റോഡ്, വാഗ കാക്കത്തുരുത്ത് കോളനി വഴി കാർത്തിയായനി ക്ഷേത്രം വരെയാണ് അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത്. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തും. യോഗത്തിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NB ജയ, ശ്രീവിദ്യ ഷാജി, ഷാലി ചന്ദ്രശേഖർ, രാജീവ് മണികണ്ഠൻ, സനിൽ കുന്നത്തുള്ളി, PM അബു, പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ CV സംഗീത, ഓവർസിയർമാരായ TK ഭാനുമതി, ജാസ്മിൻ ജഗദീഷ് എന്നിവർ സംസാരിച്ചു. കർഷകരായ KP സണ്ണി, P ശിവശങ്കരൻ, PP മോഹനൻ, ശ്രീകുമാർ വാഗ, പ്രദീപ് തൊമ്മിൽ, രവി പുല്ലാനിപ്പറമ്പത്ത്, M ഗോപിനാഥൻ, ഷാജൻ തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പുന്നയൂർ അകലാട് ബൈക്ക് തെന്നിമറിഞ്ഞ അപകടം, യുവാവിന് പരിക്കേറ്റു. മൂന്നേനി സ്വദേശി കുന്നത്ത് പീടിയേക്കൽ 28 വയസ്സുള്ള സിദ്ദിഖിനാണ് പരിക്കേറ്റത്. അകലാട് മൂന്നേനി ബീച്ച് റോഡിലാണ് ബൈക്ക് തെന്നിമറിഞ്ഞ അപകടമുണ്ടായത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് 14-ാം വാർഡ് പെരുമ്പിലാവ് കണക്ക് കോളനിയിൽ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് അറുതിയായില്ല. മഴ കനത്താൽ കോളനി നിവാസികളുടെ മനസ്സിൽ അങ്കലാപ്പാണ്. കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമാക്കുന്ന മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമില്ലാതെ വർഷം 15 പിന്നിട്ടു. ആദ്യ വേനൽ മഴ പെയ്ത ഇന്നലെ രാത്രി തന്നെ 1 മണിയോടെ റോഡിൽ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. റോഡ് താഴ്ന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. കൂടാതെ റോഡിന്റെ ഒരു വശം മാത്രമേ കാന നിർമ്മിച്ചിട്ടുള്ളൂ. കാന മണ്ണും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞടഞ്ഞ അവസ്ഥയിലാണ്. റോഡിന്റെ സമീപത്ത് തന്നെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള വലിയ തോട് പഞ്ചായത്ത് വക നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കാനയിലെ മണ്ണിന്റെയും മാലിന്യങ്ങളുടെയും തടസ്സം മൂലം ഇവിടേക്ക് വെള്ളം ഒഴുകിയെത്തുന്നില്ല. വെള്ളക്കെട്ട് മൂലം മഴക്കാലമായാൽ കാനകൾ കോരി വൃത്തിയാക്കൽ ജോലികൾ നടക്കുമെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആൽത്തറ, തിപ്പിലശ്ശേരി, കടങ്ങോട്, എരുമപ്പെട്ടി മേഖലയിൽ നിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്കുള്ള വഴിയാത്രക്കാരും പെരുമ്പിലാവിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമായുള്ള അനേകം വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന പ്രധാന എളുപ്പപാത കൂടിയാണിത്. വർഷം തോറുമുള്ള കനത്ത വെള്ളക്കെട്ട് മൂലം റോഡും തകർന്ന അവസ്ഥയിലാണിവിടെ. മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും ജലനിധി പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചിട്ട റോഡിന്റെ ഒരു ഭാഗം മഴയ്ക്ക് മുമ്പേ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി, കുട്ടഞ്ചേരി, ആലിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ 5 മണിക്ക് നട തുറക്കൽ, ഗണപതി ഹോമം, സുബ്രഹ്മണ്യ സ്വാമിക്ക് വിശേഷാൽ പൂജകൾ, അയ്യപ്പസ്വാമിക്ക് പഞ്ചഗവ്യ അഭിഷേകം, നവകാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടക്കും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ, തുടർന്ന് അത്താഴ പൂജയും ഉണ്ടാകും. വൈകിട്ട് 5-ന് കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സതീശനും സംഘത്തിന്റെയും നേതൃത്വത്തിൽ തുമ്പിൽ ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ താലം എഴുന്നള്ളിച്ച് 7 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾക്ക് നിറപറ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകും. വൈകിട്ട് 7 മണി മുതൽ അന്നദാനവും നടക്കും. 7:30 മുതൽ കൊടുമ്പ് അനന്തൻ നയിക്കുന്ന തായമ്പകയും 8:30 മുതൽ ശാസ്താംപാട്ട്, വിളക്ക് യോഗം, തകിൽ, നാദസ്വരം, കാവടി, തായമ്പക എന്നിവ ഉണ്ടാകും. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി വൈകിട്ട് 3-ന് നട തുറക്കൽ, 4 മണിക്ക് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേശകുതിരയും, ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ, ദീപാരാധന, അത്താഴ പൂജ എന്നിവയും ഉണ്ടായി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിൽ നടന്ന ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും റോസ പുണ്യവതിയുടെയും 300ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷം സമാപിച്ചു. മെയ് 6, 7, 8, 9 തീയതികളിലാണ് ഊട്ടുതിരുനാൾ ആഘോഷിച്ചത്. മെയ് 7 ചൊവ്വാഴ്ച വളയെടുപ്പ് ദിവസം രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് വളവെഞ്ചിരിപ്പും നടന്നു. വൈകിട്ട് 5:30-ന് പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസ്തേന്തി വാഴ്ച, തുടർന്ന് കൂട് തുറക്കൽ, രൂപം എഴുന്നള്ളിച്ചുവെക്കലും ഉണ്ടായി. ഏങ്ങണ്ടിയൂർ MI ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജീൻ ചിറയത്ത് മുഖ്യ കാർമ്മികനായി. തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ചയൂട്ട് വെഞ്ചിരിപ്പും 10 മണിക്ക് അന്തിക്കാട് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ ഡിറ്റോ കൂളയുടെ തിരുനാൾ സന്ദേശവും ഉണ്ടായി. വൈകിട്ട് 4 മണിക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് ഫ്യൂഷനും നടന്നു. വ്യാഴാഴ്ച മരിച്ചവർക്കുള്ള പാട്ടുകുർബാനയും സെമിത്തേരിയിൽ പൊതു ഒപ്പീസും നടന്നു.
തിരുനാൾ കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജേസൺ പഴയടത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചാലക്കൽ, കൈക്കാരന്മാരായ ജസ്റ്റിൻ നീലങ്കാവിൽ, സൈമൺ ഒലക്കേങ്കിൽ, ഡൊമിനിക് മുളയ്ക്കൽ, നിധിൻ അറയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, വേലൂർ. ആക്ട്സ് ഗുരുവായൂർ ബ്രാഞ്ചിൽ സ്ഥാപക ദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് മാർട്ടിൻ ലൂയിസ് പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു. തുടർന്ന് വാഹന പ്രചരണ ജാഥയും ഉണ്ടായിരുന്നു. മാണിക്യത്തുപടി യൂണിറ്റ് ജാഥയ്ക്ക് സ്വീകരണം നൽകി. സെക്രട്ടറി പ്രസാദ് പട്ടണത്ത്, വൈസ് പ്രസിഡന്റ് ഫൈസൽ പേരകം, KPA റഷീദ്, CD ജോൺസൺ, ലിജോ പനക്കൽ, തോമസ് ചെമ്മണ്ണൂർ, ജോസ് സുവർണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഓഫ് ഇന്ത്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി. വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ കോൺഫെഡറേഷന്റെ സഹായത്തോടെ 43 പേർക്കാണ് സ്കൂട്ടറുകൾ നൽകിയത്. ഗുരുവായൂർ നഗരസഭ വായനശാലയിൽ നടന്ന ചടങ്ങിൽ മുൻ ഡെപ്യൂട്ടി കളക്ടർ MB ഗിരീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി രവി ഭനൽ അധ്യക്ഷത വഹിച്ചു. ML ജോസഫ്, പ്രതീക്ഷ സുമേഷ്, KS സുജിത, അനീബ ആന്റോ, CU ജോൺസൺ, RV ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചരമം ആണ്ടത്തോട് AO നാക്കോല റോഡ് ചക്കൻതെങ്ങിൽ അബ്ദുൾ കരീം നിര്യാതനായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം ആണ്ടത്തോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ നടത്തി. ആമിനയാണ് ഭാര്യ. ഗഫൂർ, ആബിദ, ആഫിറ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പൂക്കോട്ടിൽ പുരുഷോത്തമൻ ഭാര്യ മല്ലിക നിര്യാതയായി. 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. പ്രവീൺ, പൂർണിമ, പ്രസാദ് എന്നിവർ മക്കളാണ്. ചാലിശ്ശേരിയിലെ വ്യാപാരി നാലകത്ത് ടിംബർ ഡിപ്പോ ഉടമ കോക്കൂർ മടത്തിൻപുറം താമസിക്കുന്ന നാലകത്ത് പരേതനായ മുഹമ്മദ് മകൻ അബ്ദുൾ റസാഖ് നിര്യാതനായി. 54 വയസ്സായിരുന്നു. ശൈലജ ഭാര്യയാണ്. റിസാൽ, അക്ബർ, തസ്നീം, ഷിഫ ഫാത്തിമ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് ചാലിശ്ശേരി മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 78.69% വിജയം. 39,242 പേർക്ക് എല്ലാ വിഷയത്തിലും A+. ജൂൺ 12 മുതൽ 20 വരെ ഇംപ്രൂവ്മെന്റ് സേ പരീക്ഷകൾ. VHSC പരീക്ഷയിൽ 71.42% വിജയം. യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലപാതക കേസിൽ 2ാം പ്രതി അറസ്റ്റിൽ. ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ളയെയാണ് 5 വർഷത്തിനു ശേഷം വടക്കേക്കാട് പോലീസ് പിടികൂടിയത്. ഇയാൾ ചാവക്കാട് പുന്ന നൌഷാദ് വധക്കേസിലും പ്രതി. പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് 3.5 പവൻ സ്വർണം കവർന്ന സംഭവം. സ്ത്രീ അടക്കം പൊന്നാനി സ്വദേശികളായ 2 പേർ പിടിയിൽ. പുന്നേർകുളം ഉപ്പുങ്ങൽ പാലത്തിനടിയിലെ മൺകൂമ്പാരം നീക്കാത്തതിൽ കർഷകർക്ക് ആശങ്ക. മൺകൂമ്പാരം മാറ്റിയില്ലെങ്കിൽ 100 അടി തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുകയും കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.